ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PKPSC സ്റ്റഡീസ്. എല്ലാവർക്കും PKPSC സ്റ്റഡീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ ലാബ് അസിസ്റ്റൻറ്റ് മെയിൻസിന് ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളാണ് ചെയ്യുന്നത്. ഇന്ന് എക്കണോമിക്സ് വിഭാഗത്തിലെ ചോദ്യങ്ങളാണ് കേട്ടോ. പഞ്ചവത്സര പദ്ധതി എന്ന ഭാഗത്ത് ചോദിച്ച ചോദ്യങ്ങളും പിന്നെ അതിൻ്റെ അനുബന്ധ വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. PSCയുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ടോപ്പിക്കാണ് പഞ്ചവത്സര പദ്ധതി എന്നുള്ളത്. ഒരു എക്സാമിന് തന്നെ 2 ക്വസ്റ്റ്യൻസൊക്കെ ആ ഭാഗത്തു നിന്ന് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകേണ്ട ഒരു ടോപ്പിക്കാണ് പഞ്ചവത്സര പദ്ധതി എന്നുള്ളത്. അപ്പോൾ ലാബ് അസിസ്റ്റൻറ്റ് മെയിൻസിന് വന്ന ക്വസ്റ്റ്യനാണ്, വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? 9ാം പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതിയാണ് വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ചത്. പഞ്ചവത്സര പദ്ധതികളെ ലോകത്ത് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ജോസഫ് സ്റ്റാലിനാണ്. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. സോവിയറ്റ് യൂണിയനെ USSR എന്ന് പറയൂട്ടോ. ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവിനെ പഞ്ചവത്സര പദ്ധതികളുടെ ഉപജ്ഞാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയിരുന്നത് ആസൂത്രണ കമ്മീഷനാണ്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവാണ്. ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയാണ്. അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദിയും അവസാനത്തെ ഉപാധ്യക്ഷൻ മൊണ്ടേക് സിംഗ് ആലുവാലിയയുമാണ്. പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത് ദേശീയ വികസന സമിതി NDC ആണ്. 1952 ഓഗസ്റ്റ് 6-നാണ് NDC നിലവിൽ വന്നത്. ആസൂത്രണ കമ്മീഷനു പകരം ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ള ഭരണ സംവിധാനമാണ് നീതി ആയോഗ്. ഇപ്പോൾ പറഞ്ഞ എല്ലാ പോയിന്റും PSC ചോദിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം മുൻവർഷ ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നിർബന്ധമായിട്ടും പഠിക്കുക. ഈ ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഓരോ പഞ്ചവത്സര പദ്ധതികളായിട്ട് നോക്കാം. 1ാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 1956 വരെയാണ് 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഏപ്രിൽ 1-നാണ്. ഈ പദ്ധതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ആമുഖം തയ്യാറാക്കിയത് KN രാജാണ്. ഇദ്ദേഹം ഒരു മലയാളിയാണ്. ഈ പദ്ധതിയുടെ ലക്ഷ്യം കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ്. കൃഷി, ജലസേചനം, വൈദ്യുതീകരണം എന്നീ മേഖലകൾക്കാണ് 1ാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി കാർഷിക പദ്ധതി എന്നും അറിയപ്പെടുന്നു. ഹാരോഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 1ാം പഞ്ചവത്സര പദ്ധതി. സാമൂഹിക വികസന പദ്ധതി കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ചത് 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ UGC സ്ഥാപിതമായതും 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1953 ആണ് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ സ്ഥാപിതമായത്. കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതിയും 1ാം പഞ്ചവത്സര പദ്ധതിയാണ്. 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേരളത്തിലെ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത് 1955. അതുപോലെ തന്നെ 5 IITകൾ സ്ഥാപിതമായതും 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ബക്രാനങ്കൽ, ഹിരാകുഡ്, ദാമോദർ വാലി എന്നീ വൻകിട ജലസേചന പദ്ധതികൾ ആരംഭിച്ചതും 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 2.1% ഈ പദ്ധതിക്ക് 3.6% വളർച്ച കൈവരിക്കാൻ കഴിഞ്ഞു. ഇത്രയുമാണ് 1ാം പഞ്ചവത്സര പദ്ധതിയിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് കേട്ടോ. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. PSC ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് 2ാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് പഠിക്കാം. 1956 മുതൽ 1961 വരെയാണ് 2ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം
വ്യാവസായിക വികസനവും ഗതാഗത വികസനവുമാണ്. വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നതും രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നതും രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. ദേശീയപാതാ നിയമം 1956, ദ നാഷണൽ ഹൈവേസ് ആക്ട് 1956 നിലവിൽ വന്നത് ഈ പദ്ധതി കാലത്താണ്. രണ്ടാം വ്യാവസായിക നയം 1956 പ്രഖ്യാപിച്ചത് ഈ കാലത്താണ്. 4.5% ഈ പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക്. എന്നാൽ 4.3% ഈ പദ്ധതിക്ക് കൈവരിക്കാൻ കഴിഞ്ഞത്. 1ഉം 2ഉം പഞ്ചവത്സര പദ്ധതികളുടെ ഈ വളർച്ചാ നിരക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. മറ്റുള്ളവയുടെ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കും. രണ്ടാം പദ്ധതി കാലത്ത് നിർമ്മാണ അനുമതി ലഭിച്ച ഇരുമ്പുരുക്ക് ശാലകളാണ് ദുർഗാപൂർ, ഭിലായ്, റൂർക്കേല. അടുത്തത് മൂന്നാം പഞ്ചവത്സര പദ്ധതി. 1961 മുതൽ 1966 വരെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. ഇതിൻ്റെ പ്രധാന ലക്ഷ്യമായിരുന്നത് ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവയാണ്. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ തന്നെ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് സ്ഥാപിതമായതും മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1962 ഇന്ത്യ ചൈന യുദ്ധവും 1965 ഇന്ത്യ പാക് യുദ്ധവും കടുത്ത വരൾച്ചയും കാരണം പ്രതീക്ഷിച്ച വളർച്ച നിരക്ക് ഈ പദ്ധതിക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പദ്ധതി ഒരു പരാജയമായിരുന്നു. 1ഉം 2ഉം പഞ്ചവത്സര പദ്ധതികൾ വിജയമായിരുന്നെങ്കിലും മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി പരാജയപ്പെട്ടു. പ്ലാൻ ഹോളിഡേ. 1966 മുതൽ 1969 വരെ പഞ്ചവത്സര പദ്ധതികളൊന്നും ഉണ്ടായിരുന്നില്ല. ആ 3 വർഷം വാർഷിക പദ്ധതികളാണ് നിലനിന്നത്. അത് പ്രഖ്യാപിച്ചത് പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. നാലാം പഞ്ചവത്സര പദ്ധതി. 1969 മുതൽ 1974 വരെയാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. അതിൻ്റെ ലക്ഷ്യം സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം എന്നിവയാണ്. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് നാലാം പഞ്ചവത്സര പദ്ധതി. പക്ഷേ PSCയുടെ ഉത്തരം ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഈ ചോദ്യം വന്നിട്ട് ഓപ്ഷനിൽ ഏതാണോ ഉള്ളത്, നാലാമത്തെ ആണെങ്കിൽ 4 എഴുതുക, 3 ഉണ്ടെങ്കിൽ 3 എന്നാണ് എഴുതേണ്ടത്. ഇന്ത്യയിൽ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം നടന്നതും നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1969 ജൂലൈ 19 ഇന്ത്യയിൽ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം നടന്നത്. 14 ബാങ്കാണ് അന്ന് ദേശസാൽക്കരിച്ചത്. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന പദ്ധതി നടപ്പിലാക്കിയതും ഈ കാലഘട്ടത്തിലാണ്. 5.7% ഈ പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക്. എന്നാൽ 3.3% മാത്രമേ ഇവയ്ക്ക് ഈ പദ്ധതിക്ക് നേടാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ ഇതൊരു പരാജയമായിരുന്നു. അതിൻ്റെ കാരണം 1971 ഇന്തോ പാക് യുദ്ധവും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവുമാണ്. ഇനി നമുക്ക് അടുത്ത പഞ്ചവത്സര പദ്ധതി പഠിക്കാം. 5ആം പഞ്ചവത്സര പദ്ധതി. അതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1974 മുതൽ 1979 വരെയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു അതിൻ്റെ ലക്ഷ്യം. ഇന്ദിരാഗാന്ധി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി 20 പരിപാടികൾ നടപ്പിലാക്കിയത് 5ആം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൊറാർജി ദേശായി ഗവൺമെൻറ് 1978 ഒരു വർഷം മുൻപേ തന്നെ ഈ പദ്ധതി അവസാനിപ്പിച്ചു. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചതും ഈ 5ആം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും തുടർന്നുണ്ടായ രാഷ്ട്രീയ മാറ്റവുമാണ് ഈ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് തടസ്സമായത്. ഈ പദ്ധതി 4.4% വളർച്ചാ നിരക്കാണ് ലക്ഷ്യമിട്ടത്. എന്നാൽ ഇതിന് 4.8% വളർച്ചാ നിരക്ക് നേടാൻ കഴിഞ്ഞു. 5ആം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം 2 വർഷം പിന്നെ പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെൻറ് ആയിരുന്നു. ആ സമയത്ത് അവർ നടപ്പിലാക്കിയതാണ് റോളിംഗ് പ്ലാൻ എന്ന പദ്ധതി.
1978 ടു 1980 വരെയാണ് റോളിംഗ് പ്ലാൻ ഉണ്ടായിരുന്നത്. ഈ റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഗുണ്ണാർ മിർഡാലാണ് റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത്. 1980 മുതൽ 85 വരെ ഉണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 6ാം പഞ്ചവത്സര പദ്ധതി. പ്രധാന ലക്ഷ്യം കാർഷിക വ്യവസായ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തലായിരുന്നു. RLEGP, IRDP, NREP എന്നീ തൊഴിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കിയത് 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതി DWCRA, ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ്, ആരംഭിച്ചത് 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്, 1982. ഇത് ലക്ഷ്യമിട്ടത് വളർച്ചാ നിരക്ക് 5.2%. 5.7% വളർച്ചാ നിരക്ക് നേടാൻ കഴിഞ്ഞു ഈ പദ്ധതിക്ക്. അടുത്തത് 7ാം പഞ്ചവത്സര പദ്ധതി. 1985 മുതൽ 1990 വരെയാണ് 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. ആധുനികവൽക്കരണവും തൊഴിലവസരങ്ങളുടെ വർധനവുമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമായിട്ടുള്ളത്. ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ വൻ പുരോഗതി കൈവരിക്കാൻ സാധിച്ചത് ഈ പദ്ധതി കാലത്താണ്. വാർത്താവിനിമയ രംഗത്തെ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. 5% ഈ പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക്. കൈവരിച്ചത് 6%. 6% വളർച്ചാ നിരക്ക് കൈവരിക്കാൻ ഈ പദ്ധതിക്ക് ആയി. അതിനുശേഷം 1990 മുതൽ 1992 വരെ വാർഷിക പദ്ധതിയാണ് നടപ്പിലാക്കിയത്. കാരണം കേന്ദ്രത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വമായിരുന്നു. അപ്പോൾ ഇപ്പോൾ 3ാമത്തെ ഗ്യാപ്പാണ് പഞ്ചവത്സര പദ്ധതികൾക്ക് വന്നിട്ടുള്ളത്. ആദ്യം 3 പഞ്ചവത്സര പദ്ധതികൾക്ക് ശേഷം ഒരു ഗ്യാപ്പ് വന്നു. അതും ഒരു 3 വർഷം, 1966 മുതൽ 69 വരെ പ്ലാൻ ഹോളിഡേ എന്നാണ് അത് അറിയപ്പെടുന്നത്. പിന്നെ അതിനുശേഷം 5ാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അന്ന് അതിന് റോളിംഗ് പ്ലാൻ എന്നാണ് ആ ഗ്യാപ്പ് പറയുന്നത്. 1978 മുതൽ 80 വരെയാണ്. ഇപ്പോൾ ഇത് 3ാമത്തെ ഗ്യാപ്പ് വന്നു, 1990 മുതൽ 92 വരെ. അടുത്തത് 8ാം പഞ്ചവത്സര പദ്ധതി. 1992 മുതൽ 1997 വരെ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് 8ാം പഞ്ചവത്സര പദ്ധതി. മാനവശേഷി വികസനമായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. പ്രധാനമന്ത്രി റോസ്ഗാർ യോജന PMRY ആരംഭിച്ചത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1992 നിലവിൽ വന്നത് ഈ പദ്ധതി കാലത്താണ്. അതുപോലെ തന്നെ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നതും ഈ പദ്ധതി കാലത്താണ്. അതായത് 1993 ഏപ്രിൽ 24 പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത്. ലോകവ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായതും ഈ പദ്ധതി കാലത്താണ്. 1995 ജനുവരി 1 ലോകവ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായത്. 5.6% ഈ പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക്. 6.8% വളർച്ചാ നിരക്ക് ഈ പദ്ധതിക്ക് നേടാൻ കഴിഞ്ഞു. 9ാം പഞ്ചവത്സര പദ്ധതി. 1997 മുതൽ 2002 വരെ ഉണ്ടായിരുന്ന പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ലക്ഷ്യം ഗ്രാമവികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമാണ്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നതും 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. കുടുംബശ്രീ ആരംഭിച്ചത് ഈ കാലത്താണ്. 1998 മെയ് 17 കുടുംബശ്രീ ആരംഭിച്ചത്. 6.5% വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ട ഈ പദ്ധതിക്ക് 5.4% വളർച്ചാ നിരക്ക് കൈവരിക്കാൻ കഴിഞ്ഞുള്ളൂ. അടുത്തത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. 2002 മുതൽ 2007 വരെയാണ് 10ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിട്ടുള്ളത്. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്നത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്.
8% വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ട ഈ പദ്ധതിക്ക് 7.6% വളർച്ചാ നിരക്ക് നേടാനേ കഴിഞ്ഞുള്ളൂ. അടുത്തത് 11ാം പഞ്ചവത്സര പദ്ധതി. 2007 മുതൽ 2012 വരെ ഉണ്ടായിരുന്ന പദ്ധതിയാണ് 11ാം പഞ്ചവത്സര പദ്ധതി. മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമാണ് ഈ പദ്ധതി ലക്ഷ്യമിട്ടിരുന്നത്. ആധാർ പദ്ധതി, ആം ആദ്മി ബീമാ യോജന എന്നിവ നടപ്പിലാക്കിയത് ഈ പദ്ധതി കാലത്താണ്. 9% വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ട ഈ പദ്ധതിക്ക് 8% വളർച്ചാ നിരക്ക് കൈവരിക്കാനേ കഴിഞ്ഞുള്ളൂ. 12ാം പഞ്ചവത്സര പദ്ധതി. 2012 മുതൽ 2017 വരെ ഉണ്ടായിരുന്ന പദ്ധതിയാണ് 12ാം പഞ്ചവത്സര പദ്ധതി. ലക്ഷ്യം സുസ്ഥിര വികസനം. സുസ്ഥിര വികസനമായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇനി ഈ ഭാഗത്ത് നിന്ന് PSC ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കുടുംബശ്രീ ആരംഭിച്ച കാലത്തെ പഞ്ചവത്സര പദ്ധതി. ആൻസർ 9ാം പഞ്ചവത്സര പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, 1ാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി. ആൻസർ KN രാജ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏതായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം? ആൻസർ സുസ്ഥിര വികസനം. അടുത്തത്, 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? സ്ഥിരതയോടുകൂടിയ വളർച്ച, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്വാശ്രയത്വം, ഭക്ഷ്യ സ്വയം പര്യാപ്തത. ആൻസർ 1ഉം 3ഉം. സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഞ്ചവത്സര പദ്ധതി എന്ന ഭാഗത്തിലെ എല്ലാ പോയിൻറ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ് നന്നായിട്ട് പഠിക്കുക. പഞ്ചവത്സര പദ്ധതി എന്ന ഭാഗത്തിൽ മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ ഈ ക്ലാസ് ഉപകരിക്കും. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി എക്കണോമിക്സ് ഭാഗത്തിലെ മറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.